Hi friends, welcome back to my today's class ICD-10 Coding Guidelines Chapter 20 External Causes of Morbidity. Code range വരുന്നത് V00 to Y99. Guidelines എന്തൊക്കെയാണെന്ന് നോക്കാം. First, external causes of morbidity codes എന്ന് വെച്ചാൽ എന്താണ്? It should never be sequenced as first listed codes. ഈ കോഡ് ഒരിക്കലും പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് കോഡ് ചെയ്യാൻ പാടില്ല. This code captures ഈ കോഡ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? How the injury or health condition happened. ഒരു പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിച്ചെങ്കിൽ ആ ഇഞ്ചുറി എങ്ങനെ സംഭവിച്ചു? പിന്നെ ദ ഇന്റന്റ് അൺഇൻറ്റൻഷനലി ആണോ അതോ ആക്സിഡന്റലി ആണോ അങ്ങനെയൊക്കെ പറയുന്നതും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഈ കോഡ്. ദ പ്ലേസ് വെയർ ദ ഈവന്റ് ഒക്കേർഡ്. ഈ പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിച്ച പ്ലേസ്, പിന്നെ ദ പേഷ്യന്റ് സ്റ്റേറ്റസ്, പേഷ്യന്റ് സിവിലിയൻ ആണോ അതോ മിലിറ്ററി പേഷ്യന്റ് ആണോ, ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്ന കോഡാണ് എക്സ്റ്റേണൽ കോസസ് ഓഫ് മോർബിഡിറ്റി. ഒരു പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിച്ചു, ആ ഇഞ്ചുറി എങ്ങനെ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, ആ പേഷ്യന്റ് എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്, സിവിലിയൻ ആണോ മിലിറ്ററി ആണോ, ഇതെല്ലാം പറയുന്ന കോഡാണ് എക്സ്റ്റേണൽ കോസസ് ഓഫ് മോർബിഡിറ്റി കോഡ്സ്. ഇതൊരിക്കലും ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ്, എ ജനറൽ എക്സ്റ്റേണൽ കോസസ് കോഡിംഗ് ഗൈഡ് ലൈൻ. ഇനി ഇതിന്റെ കോഡിംഗ് ഗൈഡ് ലൈൻ എന്താണെന്ന് നോക്കാം. യൂസ്ഡ് വിത്ത് എനി കോഡ് റേഞ്ച് ഓഫ് A00 to T89.9 and Z00 to Z99. An external cause code may be used with any code range of ഈ കോഡ് റേഞ്ചിലുള്ള കോഡ്സിന്റെ കൂടെ മാത്രമേ നമ്മൾ എക്സ്റ്റേണൽ കോസസ് കോഡ്സ് കോഡ് ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് റേഞ്ചാണ്? A00.0 to T89.9 and Z00.Z99. ഇത്തരം കോഡ്സിനുള്ളിൽ മാത്രമേ നമുക്ക് ഈ എക്സ്റ്റേണൽ കോസസ് കോഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, എക്സ്റ്റേണൽ കോസ് കോഡ് യൂസ്ഡ് ഫോർ ലെങ്ത് ഓഫ് ട്രീറ്റ്മെന്റ്. ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിച്ചു, ആ പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുന്നു. അത് മേ ബി ഇനിഷ്യൽ എൻകൗണ്ടർ ആകാം, അല്ലെങ്കിൽ സബ്സിക്വന്റ് എൻകൗണ്ടർ. ഒരു ഇഞ്ചുറി സംഭവിച്ചു, ഡോക്ടറിനെ കണ്ടു, പിന്നെ രണ്ടാമത് വരുന്നതാണ് സബ്സിക്വന്റ് എൻകൗണ്ടർ, അല്ലെങ്കിൽ സീക്വൻലി ആ ഇഞ്ചുറി കൊണ്ട് കുറെ നാളുകൾക്ക് ശേഷം ആ ഇഞ്ചുറി കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വരുന്നതാണ് സീക്വൻലി. ഇങ്ങനെ വരുന്ന ഈ കോഡ് ഒരു എക്സ്റ്റേണൽ കോസസ് ഓഫ് മോർബിഡിറ്റി കോഡിന് 7th ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഈ 7th ക്യാരക്ടർ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ A അല്ലെങ്കിൽ DS ആയിരിക്കും. ഇനിഷ്യൽ എൻകൗണ്ടർ, സബ്സിക്വന്റ് എൻകൗണ്ടർ അല്ലെങ്കിൽ സീക്വൻലി. ഇതാണ് ലെങ്ത് ഓഫ് ട്രീറ്റ്മെന്റ്. ഈ 7th ക്യാരക്ടർ ആയിരിക്കും ലെങ്ത് ഓഫ് ട്രീറ്റ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്യുക. Assign the external cause code with the appropriate 7th character for each encounter for which injury or condition is being treated. ഈ ഇഞ്ചുറി ഏതാണ്, ഇനിഷ്യൽ എൻകൗണ്ടർ ആണോ, സബ്സിക്വന്റ് ആണോ, സീക്വൻലി ആണോ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് 7th ക്യാരക്ടർ. അപ്പൊ ഇതാണ് ലെങ്ത് ഓഫ് ട്രീറ്റ്മെന്റ് മീൻ ചെയ്യുന്നത് എക്സ്റ്റേണൽ കോസ് കോഡിന്റെ. നെക്സ്റ്റ്, യൂസ് ദ ഫുൾ റേഞ്ച് ഓഫ് എക്സ്റ്റേണൽ കോസ് കോഡ്. ഫുൾ റേഞ്ച് ഓഫ് എക്സ്റ്റേണൽ കോസ് കോഡ് മീൻ ചെയ്യുന്നത് എന്തെന്ന് നോക്കാം. യൂസ് ദ ഫുൾ റേഞ്ച് ഓഫ് എക്സ്റ്റേണൽ കോസ് കോഡ് ടു കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ദ കോസ്, ദ ഇന്റന്റ്, ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് and if applicable the activity of patient at the time of event and the patient status for all injuries and other health condition due to an external cause. ഇത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു എക്സ്റ്റേണൽ കോസ് കോഡ് നമ്മൾ ഫുൾ ആയിട്ട് 7th ക്യാരക്ടർ എല്ലാ ക്യാരക്ടറും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ ഡിസ്ക്രിപ്ഷൻ കിട്ടുള്ളൂ. എന്തൊക്കെയാണ് അത്, കോസ്, ആ ഇഞ്ചുറി എവിടുന്ന് കോസ് ആയി, എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, ദ ഇന്റന്റ്, ആക്സിഡന്റ് ആണോ അതോ അസാൾട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ, അൺഇൻറ്റൻഷനലി ആണോ അത് പറയും. പിന്നെ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഈ ഇഞ്ചുറി എവിടെയാണ് സംഭവിച്ചെന്ന് പറയും. ഇതെല്ലാം കംപ്ലീറ്റ് ആകണമെങ്കിൽ ആ കോഡ് നമ്മൾ 7th ക്യാരക്ടർ ഫുള്ളും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്.
and if applicable, the activity of patient at the time of event and the patient status for all injuries. ചില ടൈമിൽ നമ്മൾ ഈ ICD-10 ബുക്കിൽ നമ്മൾ കോഡ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ നമ്മൾ ലീഡ് ചെയ്യും. യൂസ് അഡീഷണൽ കോഡ് അല്ലെങ്കിൽ 7th ക്യാരക്ടർ ഇത് കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ആ ബുക്കിൽ തന്നെ കാണും. അതുകൊണ്ട് കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. ഇതില് ഫുൾ 7th ക്യാരക്ടർ വരെ എല്ലാം കോഡ് കംപ്ലീറ്റ് ചെയ്താലേ ഇത് ഫുള്ള് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കോസ്, ഇന്റന്റ്, പ്ലേസ് ഓഫ് ഒക്കറൻസ്, പിന്നെ പേഷ്യന്റിന്റെ സ്റ്റേറ്റസ്, പിന്നെന്താണ് ടൈം ഓഫ് ഇവന്റ്, ഇതെല്ലാം നമുക്ക് ഒരു കോഡിൽ നിന്ന് കിട്ടും. ആ കോഡ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം. അത് നമ്മൾ കോഡിംഗ് ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ അത് തന്നെ നമ്മൾ ലീഡ് ചെയ്യും. Assign as many external course code as necessary. ഇതെന്താണ്? Assign as many external course codes as necessary to fully explain each course. If only one external code can be recorded, assign the code almost related to principal diagnosis. അതായത് ഒരു പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിച്ചു. ആ ഇഞ്ചുറിയുടെ കോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണമെങ്കിൽ, ഇൻ കേസ് 2 എക്സ്റ്റേണൽ കോഴ്സസ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അഥവാ അവിടെ ഒരു കോഡേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ ഏതാണോ നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് അല്ലെ നമ്മൾ ആദ്യമേ കോഡ് ചെയ്തേക്കുന്ന കോഡ്, അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സ്റ്റേണൽ കോഴ്സസ് കോഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം. ഒരു എക്സ്റ്റേണൽ കോസ് ഒരു ഇഞ്ചുറി ഉണ്ടായി, ആ ഇഞ്ചുറിക്ക് എക്സ്റ്റേണൽ കോസ് കോഡ് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോ ഇൻ കേസ് അതിന് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ 2 or 3 എക്സ്റ്റേണൽ കോസ് കോഡ് കൊടുക്കാം. ഇൻ കേസ് അവിടെ ഒരു എക്സ്റ്റേണൽ കോസ് കോഡേ കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ ഏതാണ് കൂടുതൽ റിലേറ്റഡ് ആയിട്ട് പ്രിൻസിപ്പൽ ഡയഗ്നോസിസിന് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആ കോഡ് കൊടുത്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, പ്ലേസ് ഓഫ് ഒക്കറൻസ് ഗൈഡ് ലൈൻ. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിന്റെ കോഡ് Y92 ആണ്. കോഡ് ഫ്രം കാറ്റഗറി Y92, പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് എക്സ്റ്റേണൽ കോസ് ആർ സെക്കൻഡറി കോഡ്സ് ഫോർ യൂസ് ആഫ്റ്റർ ദ അതർ എക്സ്റ്റേണൽ കോസ് കോഡ്സ് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് ഇഞ്ചുറി ഓർ അതർ കണ്ടീഷൻ. അതായത് ഈ ഇഞ്ചുറി സംഭവിച്ച പ്ലേസ് നമ്മൾ കൊടുക്കണമെങ്കിൽ Y92 കോഡോടെ എക്സ്റ്റേണൽ കോസ് കോഡിന്റെ അടുത്തായിട്ട് നെക്സ്റ്റ് ആയിട്ട് കൊടുക്കണം. അതാണ് Y92. അപ്പൊ നമുക്ക് ആ ഇഞ്ചുറി എവിടെയാണ് നടന്നതെന്നും കംപ്ലീറ്റ് ആകും. ജനറലി എ പ്ലേസ് ഓഫ് ഒക്കറൻസ് കോഡ് ഈസ് അസൈൻഡ് ഓൺലി വൺസ് അറ്റ് ദി ഇനിഷ്യൽ എൻകൗണ്ടർ ഫോർ ട്രീറ്റ്മെന്റ്. ഒരു പേഷ്യന്റിന് പ്ലേസ് ഓഫ് ഒക്കറൻസ് എപ്പോഴും ഒരു സ്ഥലം മാത്രമേ കാണത്തുള്ളൂ. If any new injury occurs during hospitalization, an additional place of occurrence code may be assigned. ഒരു ഇഞ്ചുറി സംഭവിച്ചു, ആ ഇഞ്ചുറി ഒരു പ്ലേസിൽ വെച്ച് സംഭവിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് കോഡ് കൊടുക്കുന്നു. അതേ പേഷ്യന്റ് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പിന്നെയും ഇഞ്ചുറി, അതേ പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിച്ചെങ്കിൽ അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ഇഞ്ചുറി സംഭവിച്ചു, ആ ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളതിനുള്ള ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് കോഡ് കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. Do not use place of occurrence code Y92.9 if the place is not stated. അതായത് ആ ഇഞ്ചുറി സംഭവിച്ച പ്ലേസ് നമ്മുടെ ഡോക്യുമെന്റിൽ ഇല്ലെങ്കിൽ ഒരിക്കലും Y92.9 കോഡ് കൊടുക്കരുത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി കോഡ്. ആക്ടിവിറ്റി കോഡ് Y93. Assign a code from category Y93 activity code to describe the activity of patient at the time the injury or other health condition occurred. സെയിം പ്ലേസ് ഓഫ് ഒക്കറൻസ് കോഡ് പോലെ തന്നെ ആക്ടിവിറ്റി കോഡ് ഉണ്ട്. ആ പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ആ പേഷ്യന്റ് എന്താണ് ചെയ്തത് അതാണ് ഈ ആക്ടിവിറ്റി കോഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ആക്ടിവിറ്റി കോഡ് ഈസ് യൂസ്ഡ് ഓൺലി വൺസ് അറ്റ് ദി ഇനിഷ്യൽ എൻകൗണ്ടർ ഫോർ ട്രീറ്റ്മെന്റ്
only one code from Y93 should be recorded on a medical record. ആ പേഷ്യന്റിന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ആ പേഷ്യന്റ് ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആ Y93 ഒരു പ്രാവശ്യമേ കോഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഡു നോട്ട് അസൈൻ Y93.9 അൺസ്പെസിഫൈഡ് ആക്ടിവിറ്റി ഇഫ് ദ ആക്ടിവിറ്റി ഈസ് നോട്ട് സ്റ്റേറ്റഡ്. നമ്മുടെ ഡോക്യുമെന്റിൽ ആ പേഷ്യന്റ് ഏത് ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ Y93.9 കോഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ ക്ലാസ്സസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.